ഹലോ. ഒരുപാട് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. നമ്മുടെ ഈ വരുന്ന 19-ാം തീയതി ഫോർത്ത് സെമസ്റ്ററിന്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ചാനലിൽ ഒരുവിധം എല്ലാ സബ്ജക്റ്റും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ക്യൂട്ടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ എക്സാം ആകുമ്പോഴേക്കും എന്തായാലും തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ് ആക്കും. പിന്നെ ഓരോ ദിവസവും 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആവുക. കാരണം ഈ 2019 BBAയുടെ അഡ്മിഷനിലുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ 3 ക്വസ്റ്റ്യൻ പേപ്പർ വരെ, അതായത് 2019 അഡ്മിഷൻ എടുത്തൊരു കുട്ടി ഫോർത്ത് സെമസ്റ്റർ എഴുതുമ്പോൾ 2021 ആയിട്ടുണ്ടാവും. അപ്പൊ ആ 21, 22, 23 3 വർഷത്തെയാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ കിട്ടാനുള്ളത്. അപ്പൊ അത് മാക്സിമം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ക്യൂട്ടി മാത്രമാണ് എനിക്ക് ഒരു പേപ്പർ കിട്ടാത്തതാണ്. പക്ഷെ നോക്കാം, കിട്ടുകയാണെങ്കിൽ അതും കൂടി അപ്ലോഡ് ചെയ്യാം. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും റെഡിയാണ്. അപ്പോൾ ഓരോ ദിവസം എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇടുന്നുണ്ട്. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്ന ആളുകളുണ്ട്, സ്നേഹത്തോടു കൂടി കമന്റ് ചെയ്യുന്ന ആളുകളുണ്ട്. എന്താണെങ്കിലും നമ്മൾ ഈ ചെയ്യുന്ന ഒരു എഫേർട്ടിന് നിങ്ങൾ തരുന്ന ഒരു ചെറിയ കമന്റ് പോലും അത് ഏറ്റവും വലിയൊരു സമ്മാനമായി തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പൊ അതൊക്കെ നേരിട്ട് നിങ്ങളോടൊന്ന് ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോയിൽ തന്നെ വന്നത്. പിന്നെ വരുന്ന കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ പറയും ഭയങ്കര സ്പീഡ് കൂടുതലാണ്, കുറച്ചുകൂടെ ചോദിക്കും. ചില ആളുകൾ പറയും കുറച്ച് അധികം സ്പീഡിൽ എടുത്തുകൊണ്ട് പോകുന്ന. 2 തരത്തിലുള്ള ആളുകളെ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമ്മൾ ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ സമയത്ത് ക്ലാസ് എടുക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള എല്ലാവരും ഓൺലൈൻ ആയിരുന്നൊരു സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അന്ന് നമുക്ക് ഒരുപാട് ക്ലാസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ആയപ്പോൾ അങ്ങനെ തുടങ്ങിയൊരു സംവിധാനമാണ് സത്യത്തിൽ ഇത്. പക്ഷെ പിന്നീട് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആയിരുന്നു ആദ്യമായിട്ട് ചെയ്ത വീഡിയോ. അത് ഒരുപാട് പേര് ഏറ്റെടുത്തപ്പോഴാണ് പിന്നീട് ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടാമത് സജീവമായിട്ട് ഇതിലേക്ക് നമ്മളൊന്ന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എന്തായാലും ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഡെയിലി വീഡിയോസ് കാണുന്നുണ്ട്, കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഒരുപാട് സന്തോഷം. നേരിട്ട് എല്ലാവരെയും അറിയിക്കാൻ തന്നെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നത്. ഇനി പറയാനുള്ളൊരു കാര്യം, ചിലർ പറയുന്നുണ്ട്, അതായത് ഏത് വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഫസ്റ്റ് കാണുന്നത് എനിക്ക് അറിയാൻ പറ്റില്ലല്ലോ. കാരണം ചിലപ്പോൾ ഇങ്ങനെ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന പല സബ്ജക്റ്റും പല സെമസ്റ്ററിന്റെയും ഒക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. അതില് നമ്മൾ ഫോക്കസ് ചെയ്ത് തുടങ്ങി വെച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം പേപ്പർ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു പോവാതെ മാത്രമായിരുന്നു. പക്ഷെ ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എല്ലാവരും ഏറ്റെടുത്തപ്പോൾ ഒരുപാട് കമന്റ്സ് വന്നു. ബാക്കിയുള്ള സബ്ജക്റ്റ് ഒന്ന് എത്രയും പെട്ടെന്ന് എക്സാമിന് മുന്നേ ഒന്ന് അപ്ലോഡ് ചെയ്ത് തരുമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചു. അപ്പൊ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ വന്നതിന് ശേഷമാണ് നമുക്ക് ഈ ക്ലാസ്സിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത്രയും പേര് അത് ആവശ്യപ്പെട്ടപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് സ്പീഡ് എടുത്തിട്ടാണെങ്കിലും കുറച്ചുകൂടി സ്പീഡിലായിട്ട് അങ്ങനെ ആ ഒരു എക്സാം എത്തുന്നതിന് മുന്നേ തീർക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി എനിക്ക് വന്നു. അതുകൊണ്ട് ചില സബ്ജക്റ്റിന്റെ ചില ക്ലാസ്സുകൾ കുറച്ച് സ്പീഡിൽ പോയിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോസ് ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആദ്യമായിട്ട് എത്തുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ കാണുന്ന ആളുകളൊക്കെ ആണെന്ന് വെച്ചാൽ അവരെപ്പോഴും കമന്റ് ചെയ്യുന്ന ഒരു കാര്യം, ഇത് പോരാ ക്ലാസ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആക്കുക, അല്ലെങ്കിൽ എന്താ അങ്ങനെ സ്പീഡിൽ അങ്ങനെ അത് അവർക്ക് അറിയില്ലല്ലോ അന്നത്തെ കാര്യം എന്താണെന്ന്. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ത്രോട്ടിന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ സമയത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ആവാറുണ്ട്. എന്നാലും ചില വീഡിയോസ് ഒക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും, നല്ല ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നമ്മളത് മെല്ലെ മെല്ലെ തന്നെ നിങ്ങൾക്ക് ആ സമയത്തിന്റെ ഉള്ളിൽ തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്തു തരാറുണ്ട്. എന്തായാലും നിങ്ങൾ തന്ന ഇപ്പം നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് 5K ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം നിങ്ങളുടെ ഒരു സപ്പോർട്ട് സ്നേഹം തന്നെയാണ്. അപ്പൊ ഒരുപാട് പേര് എന്തായാലും ഇതിലൂടെ കണ്ട് നല്ല ഗ്രേഡ് കിട്ടി അങ്ങനെയൊക്കെ കമന്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. കാരണം നമ്മൾ പഠിപ്പിക്കുന്ന കോളേജ് എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള കുട്ടികൾ മാത്രമാണ് നമുക്ക് അറിയുള്ളൂ. ഇതെന്ന് പറയുമ്പം എവിടേക്കോ ഇരുന്നിട്ട് നിങ്ങൾ ആ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളുടെ കമന്റിലൂടെ, അല്ലെങ്കിൽ നമുക്കത് വീണ്ടും നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു കമന്റ്സ് തന്നെയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നും പറയാറുള്ള പോലെ തന്നെ, പിന്നെ നമ്മുടെ ചാനലൊക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് പേര് ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നുണ്ട്. അപ്പൊ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ കോമൺ ആയിട്ട് പറയാറില്ല, ഇന്ന സബ്ജക്ട് ടഫാണ്, അല്ലെങ്കിൽ ഇന്നൊരു എടുക്കുമ്പോൾ മനസ്സിലാവില്ല, അങ്ങനത്തെ ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളോ അവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം പറയാൻ വന്നിരിക്കുന്നത്, കുറെ പേര് ഇനിയിപ്പം നമ്മുടെ ഫോർത്ത് സെം എക്സാമിന്റെ പ്രോബ്ലം പേപ്പർ ചെയ്യുമെന്നുണ്ട് കുറെ പേര് ചോദിച്ചിരുന്നു.
പക്ഷെ നമുക്ക് അതിനുള്ളൊരു ടൈം ഇല്ല എന്നുള്ളതാണ്. പിന്നെ ടെലഗ്രാം ചാനലും കുറെ പേര് നോട്ട്സ് PDF ഉണ്ടോ ചോദിക്കാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഒരു സമയക്കുറവും അല്ലാതെ മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ നിങ്ങളോട് നേരിട്ട് പറയാനും കൂടിയാണ്. കാരണം ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക നമ്മൾ വേറെ എവിടെയും ഒന്നും ചെയ്യാതെ മാക്സിമം ഇതിന് വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അങ്ങനെയല്ല. അപ്പൊ നമ്മൾ ഓൾറെഡി വർക്കിംഗ് ആയതുകൊണ്ട് ചെറിയ ചെറിയ പരിമിതികളുണ്ട്. പക്ഷെ എന്നാലും നിങ്ങളൊക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് കമന്റ് ചെയ്യുമ്പോൾ നമുക്കിത് ചെയ്യാതിരിക്കാനും പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം നേരിട്ടൊന്ന് പറയാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വീഡിയോയിൽ വന്നത്. പിന്നെ അതേപോലെ തന്നെ 4th സെമസ്റ്ററിന്റെ ഇനിയിപ്പോൾ നമുക്ക് സമയമില്ല എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പരമാവധി ഇതിന്റെ നോട്ട്സ് ഒക്കെ തരാൻ വേണ്ടിയിട്ട് ഇനി ഒന്ന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പരമാവധി നോട്ട്സ് ഒക്കെ ഒരു PDF ആക്കി ചെയ്തു തരാനും പിന്നെ നമുക്കൊരു ടെലഗ്രാമിൽ അങ്ങനെ ഇട്ട് തരുന്ന ഒരുപാട് പേർക്ക് അത് എടുക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ വാല്യുവേഷൻ ക്യാമ്പിന് പോവാറുണ്ട്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ അതിന്റെ ഒപ്പം തന്നെ ആൻസർ കീ കൂടി കിട്ടാറുണ്ട്. അങ്ങനെ കിട്ടുന്ന കുറച്ച് ആൻസർ കീ ഒക്കെയാണ് ഞാൻ ഇതിന്റെ ഒപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെയും കുറെ ആളുകൾ ചോദിക്കാറുണ്ട് ആൻസർ കീ ഉണ്ടോ. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കീ പ്രിപ്പയർ ചെയ്യുന്നില്ല. നമുക്കിങ്ങനെ വാല്യുവേഷന് പോകുമ്പോൾ കിട്ടുന്ന കുറെ കീകൾ അതും പിന്നീട് എനിക്ക് തോന്നി നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കിട്ടുന്നത് മാക്സിമം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലും കുറെ പേര് പറയുന്നുണ്ട് കൂടുതലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ. നമ്മളിങ്ങനെ കുറെ ഒരു സബ്ജക്റ്റിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഒന്നും പോവാത്തതുകൊണ്ട് കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് അതിന്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്ന് ഇടാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ എടുക്കുന്ന കോളേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാ സബ്ജക്റ്റും ഹാൻഡിൽ ചെയ്യുന്ന ആളുകളല്ലല്ലോ. പക്ഷെ നമുക്ക് ഇത്രയും വർഷത്തിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഏത് സബ്ജക്റ്റും ഹാൻഡിൽ ചെയ്യാം. പക്ഷെ അവിടെ നമ്മൾ പഠിപ്പിക്കുന്ന അതേ പേപ്പറാണ് ഇവിടെ നമ്മളിത് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി എനിക്ക് കംഫർട്ടബിൾ ആണ്. എന്നാലും കുറെ പേര് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ മറ്റുള്ള പേപ്പർ കൂടിയിട്ട് എടുക്കുന്നത്. അപ്പൊ അതിന്നൊക്കെ കൂടുതൽ കൂടുതൽ ഡീപ്പായിട്ടാണ് പലരും ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് അതൊന്നും വിട്ടു തരാൻ ഒരു പറ്റാറില്ല എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ കുറെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയിൽ വന്നത് തന്നെ. പിന്നെ നമ്മളോട് ഇപ്പൊ ചോദിക്കുന്നത് സെക്കൻഡ് സെമസ്റ്റർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ കൂടുതൽ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പൊ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇനി അത് ട്യൂഷനായിട്ട് എടുക്കുമെന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത്രയും പേർക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ചെറിയൊരു ഐഡിയ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഈ വരുന്ന ശനിയാഴ്ച അതായത് ജൂൺ 15-ാം തീയതി രാത്രി മുതൽ അതായത് 1 മണിക്കൂറൊക്കെ നമുക്ക് ക്ലാസ് ഒരു ഗൂഗിൾ മീറ്റ് വഴി കണ്ടക്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. കാരണം ഈ വീഡിയോ കാണുന്നത് എനിക്ക് തോന്നുന്നു കുറേ പേര് ഡിസ്റ്റൻസിൽ പഠിക്കുന്ന ആളുകളൊക്കെ ചില കൂടുതൽ കാണുന്നുണ്ടാവും. അപ്പൊ അവരെ സംബന്ധിച്ചോളമൊക്കെ ഇങ്ങനെ ഒരു പ്രോബ്ലം പേപ്പർ ക്ലാസ് കിട്ടാതെ തന്നെ പോയി എക്സാം എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. ഈ വരുന്ന 15-ാം തീയതി മുതൽ നമ്മളൊരു ഓൺലൈൻ ട്യൂഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും 7:30 മുതൽ 8:30 മണി വരെയാണ് ഉണ്ടായിരിക്കുക. ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും. അപ്പൊ ജസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ മെയിൽ ID നമ്മുടെ കമന്റ്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ ഒന്ന് മെയിൽ ചെയ്യാം. കാരണം ഫോൺ നമ്പർ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് എപ്പോഴും എടുക്കാൻ നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ മെയിൽ ചെയ്തിട്ടോളൂ അങ്ങനെ താല്പര്യമില്ല. അപ്പൊ ഞാൻ എന്തായാലും ഈ ഡേറ്റിന് മുന്നേ തന്നെ എത്ര പേര് മെയിൽ ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയിട്ട് അവരെ തിരിച്ച് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പൊ ഗൂഗിൾ മീറ്റും അതേപോലെ തന്നെ അത്യാവശ്യം ഇപ്പൊ എല്ലായിടത്തും ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കണം. പിന്നെ എന്റെ വീഡിയോസും നിങ്ങൾക്ക് ഓൾറെഡി കിട്ടുന്നുണ്ടല്ലോ. കുറച്ചും കൂടി അഡീഷണൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള ആളുകൾ മാത്രം മതി. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇടുന്നുണ്ട്. അത് കണ്ടാൽ തന്നെ മാക്സിമം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ നിങ്ങളൊന്ന് മെയിൽ ചെയ്യാം. വേണ്ട നിങ്ങളുടെ പേരും അതേപോലെ തന്നെ നിങ്ങളുടെ സ്ഥലവും നിങ്ങൾക്ക് ഇപ്പൊ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ആയിരിക്കും തുടങ്ങുന്നുണ്ടാവുക. അപ്പോൾ ആ വാട്സപ്പ് നമ്പർ ഏതാണെന്ന് വെച്ചാൽ അതും കൂടി കറക്റ്റ് ആയിട്ട് ഒന്ന് അതിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്ത് നമുക്കൊരു ഗ്രൂപ്പ് എത്ര പേര് വരും നോക്കാമല്ലോ. അപ്പൊ അതിനനുസരിച്ച് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് ഇപ്പൊ ഉദ്ദേശിക്കുന്ന എന്തായാലും ഡെയിലി ഈ ഒരു 20 ദിവസത്തെ കോഴ്സ് അതായത് നമ്മൾ ജൂൺ 15-ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജൂലൈ 5 കൂടിയിട്ട് മാക്സിമം കവർ ചെയ്യുന്ന തരത്തിലാണ് ഇപ്പം പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അത് താല്പര്യമുള്ള ആളുകൾ എന്തായാലും ഒന്ന് മെയിൽ ചെയ്യാൻ മറക്കാതെ. അപ്പൊ വേണ്ട ആളുകൾക്ക് നമ്മളൊരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് പരമാവധി കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ 20 ദിവസം അല്ലെങ്കിൽ 20 മണിക്കൂറിൽ മാക്സിമം കവർ ചെയ്യാം. ഇനി എന്തെങ്കിലും നമുക്ക് കുറച്ചും കൂടി ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ശനിയോ ഞായറോ ഒക്കെ അത് നമുക്ക് അന്നത്തെ ദിവസം അല്ലെങ്കിൽ നമുക്ക് തലേ ദിവസം തീരുമാനിച്ച് ഒരു അഡീഷണൽ ക്ലാസ് എന്നുള്ള ലെവലിൽ അപ്പൊ എന്തെങ്കിലും നമുക്കത് ചെയ്യാന്നുള്ളതാണ് വിചാരിക്കുന്നത്.
അപ്പം എന്തായാലും ഞാനിന്ന് വീഡിയോയിൽ വന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ പിന്നിലുള്ള ഈ ഒരു കുറേ കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇനി വിളിച്ചത്. പക്ഷെ നിങ്ങളൊക്കെ ഒരുപാട് നമുക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം എന്തായാലും മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.